ഇക്ക, ഈ സെമി സ്റ്റഡ് ഉപയോഗിച്ച് ടെർഫ് കളിക്കാൻ പറ്റുമോ? സെമി സ്റ്റഡ് ഉപയോഗിച്ച് നമുക്ക് ടർഫിൽ കളിക്കാൻ പാടണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതെന്ന് പറയുന്നത് ഒരു പുതിയ കൺസെപ്റ്റ് ആണ്. സെമി സ്റ്റഡ് എന്നുള്ളത് ഇതൊരു പുതിയൊരു കൺസെപ്റ്റ് ആണ്. മൾട്ടിപർപ്പസ് സ്റ്റഡ് എന്നുള്ളത്, അതായത് നമ്മുടെ FG ഗ്രൗണ്ടിലും അതേപോലെ തന്നെ AG ഗ്രൗണ്ട്സിലും ഫേം ഗ്രൗണ്ടിലും ആർട്ടിഫിഷ്യൽ ഗ്രൗണ്ടിലും നമുക്ക് ഒരേപോലെ കളിക്കാം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. ഓക്കെ, യഥാർത്ഥത്തിൽ എന്റെ പേഴ്സണലി എന്റെ ഒരു ഒപ്പീനിയൻ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ കളിക്കാതിരിക്കുക എന്നുള്ളതാണ് പിന്നെ ഏറ്റവും നല്ലത്. ഇങ്ങനത്തെ സ്റ്റഡ് പാറ്റേൺ ഉപയോഗിച്ച് ടർഫിൽ കളിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതിനൊരു പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് ഉണ്ടാവുന്ന രണ്ട് പ്രശ്നങ്ങളാണ്. ഒന്ന്, പിന്നെ ടർഫിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഹൈറ്റ് ഉള്ള സ്റ്റഡ് ഇട്ട് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ടേണിങ് ചെയ്യുമ്പോൾ കാലുടക്കി പോകുന്ന പ്രശ്നം എല്ലാവരും പ്രധാനമായിട്ട് അഡ്രസ് ചെയ്യുന്ന പ്രശ്നം അതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിൽ വരുന്ന ഒരു മറ്റൊരു അപകടകാരി ഉണ്ട്, അത് ഒളിഞ്ഞു കിടക്കാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് നോക്കി, നിങ്ങൾ ഇതിൽ നോക്കി ഈ ടോപ്പ് സ്റ്റഡ് എന്തുകൊണ്ടാണ് റബ്ബർ ആവുന്നത്? നമുക്കൊരു ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഗ്രൗണ്ട് റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി നമ്മൾ ഭൂമി കൂടെ നടക്കുമ്പോൾ ഒരു പ്രഷർ എപ്പോഴും നമ്മുടെ ബോഡിയിലേക്ക് എഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം നിങ്ങൾ വെറുതെ ചവിട്ടി നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഒരു പ്രഷർ ഇങ്ങനെ ഭൂമി നമുക്ക് കയറി, അതായത് നമ്മളിപ്പോൾ ഓപ്പൺ ആയിട്ടുള്ള ടൈൽസിൽ ഇങ്ങനെ കുറെ നേരം ചവിട്ടിയാൽ നമുക്ക് പെയിൻ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. അതൊരു പ്രഷർ നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രഷറിനെ റെഡ്യൂസ് ചെയ്യലാണ്. ഇപ്പൊ നമുക്ക് ഇവിടെ വരുന്ന പ്രഷറിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് കണ്ട, ഈ ഒരു പിന്നെ ഈ പ്രഷറിനെ റിലീസ് ചെയ്ത് നമ്മുടെ ബോഡിയിലേക്ക് എഫക്ട് ചെയ്യാതിരിക്കലാണ് ടർഫ് ബൂട്ട്സ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതെന്താണ്, ഈ പ്രഷർ നമ്മുടെ ബോഡിയിലേക്ക് കയറിയാൽ ഉണ്ടാവുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പിന്നെ നമ്മുടെ ആംഗിള് അതേപോലെ തന്നെ മുട്ടിലേക്ക് ഒരു ഫ്ലൂയിഡ് സിസ്റ്റം ആണല്ലോ, ആ സിസ്റ്റത്തിലേക്ക് ഇങ്ങനെ ലിഗ്മെന്റിനാണെങ്കിലും എല്ലാത്തിനും ഇങ്ങനെ കണ്ടിന്യൂസ് ഇത് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഒരു ഇളക്കം തട്ടിക്കൊണ്ടിരിക്കും. ഇത് പെട്ടെന്ന് നമുക്ക് അറിയണമെന്നില്ല, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമുക്ക് പെട്ടെന്ന് അറിയില്ല, ഇൻസ്റ്റന്റ് ആയിട്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ്. അതായത് നമുക്ക് പിന്നെ വലിയ സ്റ്റഡ് ഇട്ട് കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ടേണിംഗിൽ സംഭവിക്കുന്ന ട്വിസ്റ്റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് സംഭവിക്കുന്ന കാര്യം. അതുകൊണ്ട് നമ്മൾ അതാണ് അഡ്രസ് ചെയ്യും. ഏറ്റവും ബെറ്റർ ഓപ്ഷൻ നിങ്ങൾ ടഫ് സ്റ്റഡ്സ് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ.